ഇല അടരുമോ എന്ന ചോദ്യത്തിന് ഇല അടരാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഉത്തരം. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് എന്ന് ഉറപ്പിച്ചു പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗതികേടിലേക്ക് നിലവിലെ MLA-ക്കും മന്ത്രിക്കും പോകേണ്ടി വന്നത് അതിൻ്റെ ഒരു സൂചനയായിട്ട് കാണാം. അതിൽ എതിർ ശബ്ദങ്ങൾ അല്ലെങ്കിൽ എതിർ നിലപാട് ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട് കൂടിയാണ് CPM-നെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് അങ്ങനെയൊരു പ്രതികരണം നടത്തിയത്. നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തുകൾ എങ്ങനെയാണ് LDF-ന് നഷ്ടമായതെന്ന് നോക്കേണ്ടതാണ്. എറണാകുളത്തെ ഒരു ഭാഗം എങ്ങനെ നഷ്ടമായതെന്ന് നോക്കണം. കേരള കോൺഗ്രസ് വലിയ രീതിയിൽ അവിടെയൊക്കെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഇടുക്കിയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഇടുക്കിയിൽ ഭൂരിപക്ഷം നോക്കൂ, 15,750 UDF-ന്റെ ഭൂരിപക്ഷം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. കടുത്തുരുത്തിയിൽ വൈക്കത്ത് 2,238, കാഞ്ഞിരപ്പള്ളിയിൽ അത് 6,083, മാവേലിക്കരയിൽ 10,092. ഇങ്ങനെയാണ് ഭൂരിപക്ഷം നിൽക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള വ്യത്യാസം, വലിയ രീതിയിൽ പത്തനംതിട്ട അതെ അങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ പത്തനംതിട്ട ഇത്തവണ UDF തൂത്തുവാരികയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണക്കുകൾ നോക്കുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ നഷ്ടമുണ്ടായിരിക്കുന്നു. ഇനിയിപ്പോൾ റാന്നിയിൽ 2 തവണയും ഈ പ്രമോദ് നാരായണൻ ജയിച്ച കാര്യം പറയുന്നുണ്ടല്ലോ. റാന്നിയിൽ പക്ഷേ കഴിഞ്ഞ തവണ KCM ജയിച്ചത് 1,285 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. അപ്പോൾ വലിയ ഭൂരിപക്ഷം ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവിടെ നിൽക്കുന്നു. ഒരു ട്രെൻഡ് വന്നാൽ അവിടെ കാര്യങ്ങൾ മറയാനുള്ള സാധ്യതകൾ. അപ്പോൾ ട്രെൻഡ് തന്നെയാണ് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടുക്കിയിലെ കാര്യം ഇപ്പോൾ റോഷി വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ പറയുന്ന 15,750 വോട്ടിൻ്റെ UDF-ന്റെ ഇടുക്കിയിലെ ലീഡ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള സൂചനകൾ നൽകുന്നതാണ്. അത് മനസ്സിലാക്കേണ്ടത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ അണികൾ തന്നെ മാറ്റിക്കുത്തിയിരിക്കുന്നു, UDF-ന് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അണികൾ മാറിയിരിക്കുന്നു എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. ഇനിയിപ്പോൾ നേരത്തെ സുനിൽ പറഞ്ഞതുപോലെ പാലാ ഇല്ലെങ്കിൽ ജോസ് കെ മാണി എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ജോസ് കെ മാണി പാലാ ഇല്ലെങ്കിൽ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ തേടും. കാരണം ഇപ്പോൾ ഈ പറയുന്ന ആരുടെയൊക്കെ കൂടെയുണ്ടെന്ന് പറയുമ്പോൾ ജയരാജൻ്റെ കാര്യത്തിലും ഇപ്പോൾ LDF-നൊപ്പമാണ് അദ്ദേഹം നിൽക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ കാഞ്ഞിരപ്പള്ളി പരീക്ഷിക്കാമല്ലോ. ജോസ് കെ മാണിക്ക് പാലയിൽ ജയിക്കണമെങ്കിൽ അവിടെ UDF-ന്റെ വോട്ട് അല്ലെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് വോട്ടുകൾ കൂടി വേണ്ടി വരും എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിലുള്ള കാര്യം. ഇനിയിപ്പോൾ അവിടെ വിട്ടുകൊടുക്കില്ല എന്ന് ഇപ്പോൾ അവിടെ ഇപ്പോൾ ജയിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരെന്താ മറന്നുപോയി, പാലയിൽ മാണിസികാപ്പൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിട്ടുകൊടുക്കില്ലാതെ ഇപ്പോൾ വിട്ടുകൊടുക്കില്ല. ആദ്യം വിട്ടുകൊടുക്കും. മാണിസികാപ്പന്റെ വിജയം നല്ല വിജയമാണ്. അതെ, 2 തവണയും 14,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഒക്കെ കിട്ടിയിട്ടുണ്ട്. ശരിയാണ് പറഞ്ഞത്. മാണിസികാപ്പന്റെ വിജയം ഒരു പ്രധാന ഘടകമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒടുവിലെ തെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പനോട് വിജയിച്ചത് വെറും 4,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ഉറപ്പായിട്ടും അതെ, മാണി സി കാപ്പന്റെ ഈ വിജയം ഒരു തരത്തിലും ചെറുതാക്കി കാണുന്നില്ല കോൺഗ്രസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കിപ്പോൾ അറിയാനായിട്ടുള്ളത് അതാണ്. മാണി സി കാപ്പൻ നിർബന്ധം പിടിക്കുകയാണ്, പാല തന്നെ വേണം എന്ന് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ മാണി സി കാപ്പനെ മാറ്റില്ലെന്നേ. പക്ഷേ മാണി സി കാപ്പനും നിലപാട് മാറ്റാനുള്ള സാഹചര്യം കോൺഗ്രസ് ഇപ്പോൾ കാണുന്നു. അങ്ങനെയാണെങ്കിൽ വിജയിക്കുന്ന ഒരു സീറ്റ് ഉറപ്പായിട്ടും ജോസ് കെ മാണിക്ക് എന്നുള്ളതാണ്. ജോസ് കെ മാണിക്ക് കൂടി താല്പര്യമുള്ള ഒരു സീറ്റ് എന്നുള്ളതാണ് അറിയാനാകുന്നത്. ഈ പറയുന്ന ജോബ് മൈക്കിളും സെബാസ്റ്റ്യൻ കളത്തിങ്കിലും ഒക്കെ ഇപ്പോൾ ജോസ് കെ മാണിക്കൊപ്പമാണെന്ന് പറയുന്നു. മറ്റുള്ളവരെയും മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അവിടെയാണ് പ്രധാനമായിട്ടും സഭയുടെ ഇടപെടൽ പ്രധാനമാകുന്നത്. ഈ സിനഡിലെ യോഗത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തിയത് ക്ഷണിച്ചിട്ട് തന്നെയാണ്. സാധാരണഗതിയിൽ സിനഡിലേക്ക് ആരെയും ക്ഷണിക്കുന്നതല്ല. അപ്പോൾ അവിടെ ഈ തട്ടൽ പിതാവിനെ മാത്രം കാണാൻ വേണ്ടിയല്ല അദ്ദേഹം പോയത്. സഭയ്ക്കകത്ത് തന്നെ ഒരു സഭാ സമിതിയുണ്ട്, രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാനുള്ള ഒരു സഭാ സമിതിയുണ്ട്. അവിടെ മറ്റു രൂപതകളിലെ ബിഷപ്പുമാരും എത്തിയിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെയുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാനാകുന്നത്. ആ ചർച്ചകൾ എന്നുള്ളത് ഇത്തവണ എടുക്കേണ്ട രാഷ്ട്രീയ നിലപാട് UDF-നൊപ്പമാണ് ഇത്തവണ എന്നുള്ളതല്ല. അവർ പൊതുവെ UDF-നൊപ്പം തന്നെ മാണി വിഭാഗം നിൽക്കണം എന്നുള്ള നിലപാടുള്ളവരാണ്. അപ്പോൾ ആ തരത്തിലുള്ള സഭയുടെ സമ്മർദ്ദം അവസാന ഘട്ടത്തിൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന് വിരുദ്ധമായൊരു സമീപനത്തിലേക്ക് ഒരു തരത്തിലും ജോസ് കെ മാണിക്ക് പോകാൻ പറ്റില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം കൂടി എടുത്തു നോക്കുമ്പോൾ, കാരണം ഈ അണികളുടെ വോട്ടും എങ്ങോട്ട് പോയി എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. വിജയിക്കാൻ സാധ്യതയുള്ള മുന്നണിക്കൊപ്പം നിൽക്കുക എന്നുള്ള രാഷ്ട്രീയ തീരുമാനം. അതിൽ പ്രത്യേകിച്ച് അടർത്തി മാറ്റി ഇങ്ങോട്ട് വലിക്കേണ്ട കാര്യമില്ല. സുനിൽ പറഞ്ഞതുപോലെ അവരുടെ സ്വാഭാവികമായ
ഒരു ഒരു ആലോചനയും അങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാനാകുന്നത്. ഇനിയിപ്പോൾ നേരത്തെ നമുക്ക് പത്രവാർത്തയൊക്കെ വന്ന പോലെ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് 2001 അന്ന് നയനാർ സർക്കാരിന്റെ കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു AK ആന്റണി. അന്ന് പ്രതിപക്ഷ നേതാവ് ആക്റ്റീവ് അല്ല എന്ന് കോൺഗ്രസിനകത്ത് വിമർശനം ഉയർന്നപ്പോൾ അന്ന് AK ആന്റണി പറഞ്ഞു കയ്യും കെട്ടി ഇരുന്നാൽ മതി നമ്മൾ ജയിക്കുമെന്ന്. അന്ന് 91 സീറ്റിൽ UDF വിജയിച്ചു കേരളത്തിൽ. ആ ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലില്ല. കയ്യും കെട്ടി ഇരുന്നാൽ കേരളത്തിൽ വിജയിക്കാനാകില്ല എന്ന് കോൺഗ്രസിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസം രണ്ട് തവണത്തെ ഭരണത്തിന് ശേഷം 10-ാം വർഷം കഴിയുമ്പോൾ എങ്ങനെയാണ് ജനം ചിന്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതേ രീതിയാണോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നൊക്കെയുള്ള ചർച്ചകളിലേക്ക് പോയാൽ അങ്ങനെയല്ല. 58 സീറ്റിൽ 10 വർഷം ഭരിച്ച പാർട്ടി 58 സീറ്റിൽ വിജയിച്ചു നിൽക്കുകയാണ്. നോക്കൂ ഏതൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്നും ഏതൊക്കെയാണ് എല്ലാ കാലത്തും കൂടെ നിന്ന ഭാഗങ്ങൾ നഷ്ടപ്പെട്ടതെന്നും കൂടി പരിശോധിക്കേണ്ടത്. പാർട്ടി അത് പരിശോധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ട്രെൻഡ്, ഈ സോണിയാഗാന്ധി ചർച്ച നടത്തിയെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഹൈക്കമാൻഡിൽ നിന്നും ഒരു കോൾ ഉണ്ടായിട്ടുണ്ട് ജോസ് കെ മാണിയിലേക്ക് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് KC വേണുഗോപാൽ ഒന്നുമല്ല, വേറെ അവിടെ നിന്ന് തന്നെ ഒരു കോൾ ഉണ്ടായിട്ടുണ്ട്. ആ ചർച്ച നടന്നിട്ടുണ്ട്. നിരന്തരം UDF-ഉമായി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതിൽ PK കുഞ്ഞാലിക്കുട്ടിയും പ്രതിപക്ഷ നേതാവും സംസാരിച്ചിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ അതിൽ സഭയുടെ നിലപാടും വളരെ നിർണായകമാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ അപമാനത്തിൻ്റെ കാര്യം ഒക്കെ പറയുകയാണ്. അപമാനം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് LDF-ൽ ഇരുന്നിട്ടും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം നവകേരള യാത്ര പാലായിലെത്തിയപ്പോൾ തോമസ് ചാഴിക്കാടനെ അപമാനിച്ച കാര്യം ഓർമ്മയുണ്ടല്ലോ. റബ്ബറിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കുമ്പോൾ ആ പ്രാസംഗികനെ ഏത് രീതിയിൽ അപമാനിച്ചു എന്നുള്ളത് അദ്ദേഹം പിണറായി വിജയൻ അന്നത്തെ പ്രസംഗമൊക്കെ അന്ന് തലക്കെട്ടായിരുന്ന വാർത്തയാണ്. അപ്പോൾ അപമാനമൊക്കെ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പഴയ അപമാനം മറന്നാൽ ഈ പുറത്ത് അവരെ പറഞ്ഞുവിടാൻ, അല്ലാതെ ഈ മുന്നണിയിലില്ല എന്ന രൂപത്തിലുള്ള പ്രതികരണം നടത്തിയത് പിഴവായി പോയി എന്നുള്ള വിലയിരുത്തൽ പിന്നീട് കോൺഗ്രസ് നടത്തിയതായി പല കോൺഗ്രസ് നേതാക്കളും പ്രതികരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ പറഞ്ഞ സ്വാഭാവികമായ മുന്നണി കേരള കോൺഗ്രസിന് UDF ആണ് സ്വാഭാവികമായ ഇടം എന്ന് അവർ തന്നെ കരുതുന്നു, കോൺഗ്രസും കരുതുന്നു. അതിനായി വലിയ വിലപേശലുകളൊന്നും നടത്തേണ്ടി വരില്ല. ഇങ്ങോട്ട് വരാം. ഇപ്പോൾ LDF-ൽ നിൽക്കുകയാണെങ്കിൽ നേരത്തെ 12 സീറ്റാണ് നൽകിയത്. അതിൽ 5 ഇടത്താണ് മാണി വിഭാഗം ജയിച്ചത്. ഇനി 12-ൽ കൂടുതൽ ചോദിച്ചാലും ഒരുപക്ഷെ കിട്ടും. 12-ൽ കൂടുതൽ സീറ്റുകൾ മത്സരിക്കാൻ ഒരുപക്ഷെ LDF-ൽ കിട്ടും. പക്ഷേ വിജയസാധ്യത എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ഇനിയും ഇതിന്മേലുള്ള ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഐഷ പോറ്റിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഐഷ പോറ്റി പറയുന്നത് പല യോഗങ്ങളിലും പങ്കെടുത്തിട്ടില്ല എന്നുള്ള കാര്യം അവർ സമ്മതിക്കുന്നു. നമ്മുടെ ചർച്ചയിൽ തന്നെ പങ്കെടുത്തുകൊണ്ട് അവർ പറഞ്ഞത് കുറച്ചു കാലമായി അവഗണനയുണ്ട് എന്നുള്ളതാണ്. MLA സ്ഥാനത്തിന് ശേഷം പിന്നീട് ഒരു തവണ സീറ്റ് നൽകിയില്ല. ആ സമയത്തും പ്രചാരണത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടി പല ഘട്ടങ്ങളിലും അവഗണിക്കുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാനായത്. അതാണ് അവർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ വിസ്മയം എന്ന പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യത്തിൽ ഐഷ പോറ്റിയുടെ കാര്യത്തിൽ ഒരു തരത്തിലും ഒരു സൂചനയും എവിടെ നിന്നും ലഭിച്ചിരുന്നില്ല. പെട്ടെന്നാണ് ആ ഒരു തീരുമാനമുണ്ടായത്. ഇന്നലെ രാത്രി ഐഷ പോറ്റിയെ കാണുന്നു, കൊട്ടാരക്കര സീറ്റ് ഉറപ്പ് നൽകുന്നു. അതിനു മുമ്പും ഒരുപക്ഷെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം. ഏതായാലും ഇരുചെവി അറിയാതെ ആ കാര്യം നടന്നിരിക്കുന്നു. ഇനിയുള്ള വിസ്മയങ്ങളും അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ്. ഒരുപാടൊന്നുമില്ല, 1-2 എന്നാണ് ഞാൻ കേൾക്കുന്നത്. അതും വൈകാതെ തന്നെ സംഭവിക്കും. അതിലും സൂചനകളൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് അതിന്മേലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും. ഐഷ പോറ്റിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? 3 തവണ MLA. നോക്കൂ, ഐഷ പോറ്റിയുടെ കണക്ക് അല്ല ഐഷ പോറ്റി 3 തവണ MLA ആയാലും ഐഷ പോറ്റി നേടിയ ഭൂരിപക്ഷമൊക്കെ പരിശോധിക്കേണ്ടതാണ്. 2016-ൽ 3-ാം തവണ ഐഷ പോറ്റി വിജയിച്ചു കയറിയത് 42,000. ഞാനൊന്ന് പറഞ്ഞോട്ടെ സുനിൽ. 2016-ൽ ഐഷ പോറ്റി വിജയിച്ചു കയറിയത് 42,632 വോട്ടുകൾക്കാണ്. 2021-ൽ ഐഷ പോറ്റിയെ മാറി KN ബാലഗോപാൽ LDF-ന് സ്ഥാനാർത്ഥിയെ വന്നപ്പോൾ ബാലഗോപാലിന് ലഭിച്ചത് 10,814 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അല്ലേ. അത് UDF-ന് സ്ഥാനാർത്ഥിയായി വന്നത് R രശ്മിയാണ്. 10,814 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ഐഷ പോറ്റി 2014 നേടിയ ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ബാലഗോപാൽ വരുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ 31,818 വോട്ടിൻ്റെ കുറവ് അന്ന് ബാലഗോപാലിൻ്റെ ഭൂരിപക്ഷത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ 10-ാം വർഷത്തിൽ ഈ രണ്ട് തുടർഭരണത്തിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ സ്ഥിതി കൂടുതൽ മെച്ചമാകുകയാണോ മോശമാകുകയാണോ ചെയ്യുകയെന്ന് അങ്ങ് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഐഷ പോറ്റിയിലൂടെ ഈ പറഞ്ഞ നേരത്തെയുള്ള ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയില്ലെങ്കിലും ബാലഗോപാൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഈ രശ്മി നേടിയ വോട്ടിനേക്കാൾ കൂടുതൽ നേടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം, അതാണ് ഇപ്പോൾ അവരെ കൂടെ കൂട്ടാനുള്ള ഒരു കാരണം എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. 3 തവണ MLA ആയ സ്ഥിതിക്ക് അവരെ പരിഗണിച്ചില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു യുക്തിയുണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം. എങ്ങനെ ഐഷ പോറ്റി 3 തവണ അവരെ പരിഗണിക്കുന്നു, അവരെ MLA ആക്കുന്നു. അടുത്ത തവണ MLA ആക്കിയില്ല, അല്ല സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിലും അവർ പ്രചാരണത്തിനുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒരു എതിർപ്പൊന്നും കാണിച്ചില്ല. പിന്നീട് അങ്ങോട്ട് MLA ആയതിനു ശേഷം MLA സ്ഥാനം മാറിയതിനു ശേഷം
പാർട്ടിയിൽ നിന്ന് അവഗണന ഉണ്ടായി എന്നാണ് ഐഷ പോറ്റി പറയുന്നത്. പല ഘട്ടങ്ങളിലായി പാർട്ടി ആ സമയത്ത് വിവാദങ്ങൾ ഓർമ്മയില്ലേ? ഉണ്ട്, ഓർമ്മയുണ്ട്. ചില പരിപാടികളിൽ പങ്കെടുത്ത ചില പരിപാടികളിൽ പാർട്ടിയെ പ്രകോപിപ്പിച്ചത് അതൊക്കെ ഉണ്ടല്ലോ. അതെ അതെ അതെ, അത്തരം ചില കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പാർട്ടിയുമായി അകന്ന് തന്നെ നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. നമുക്കെന്തായാലും ഇനി ഇത്തരത്തിൽ വിജയസാധ്യതയുള്ള ചിലരെങ്കിലും കൂടുതൽ വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതിൽ അടർത്തി മാറ്റലുകളില്ലാതെ തന്നെ തനിയെ അടർന്നു വരുന്നതുമുണ്ടാകാം, ഈ പറഞ്ഞ രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെ അടർത്തി മാറ്റുന്നതും ഉണ്ടാകാം. Meet the editors.